സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ എന്ന സ്വന്തം വിദ്യാലയത്തിൽ നിന്ന് ആ പെൺകുട്ടി പടിയിറങ്ങുകയാണ്. അവിടെ ഇനി പഠിക്കാനാകില്ല എന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ വിവരം രക്ഷിതാവ് മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റേതെങ്കിലും സ്കൂൾ ആലോചിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ കഷ്ടമാണ്, ദുഃഖകരമാണ്, സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ആ വാർത്ത കേൾക്കുന്നത്. മതവിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഒരു തട്ടം തലയിൽ അനുവദിക്കില്ല എന്ന ദുർവാശിയുടെ പുറത്ത് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനവും അവിടുത്തെ സഹപാഠികളെയും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന സങ്കടകരമായ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ മിഴി തുറക്കുന്നത്. ഇതിങ്ങനെ സങ്കടകരമെന്ന് വെറുതെ പറയുന്നതല്ല. നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച്, കേരളത്തെ കുറിച്ച് എത്രയേറെ അഭിമാനത്തോടു കൂടിയാണ് സംസാരിക്കാറുള്ളത്. കേരളം എന്ന് പറയുന്ന കൊച്ചു തുരുത്തിന്റെ സവിശേഷതയെക്കുറിച്ച്, മതസൗഹൃദത്തെക്കുറിച്ച്, സഹിഷ്ണുതയെക്കുറിച്ച്, പാരസ്പര്യത്തെക്കുറിച്ച് എഴുതിയും പറഞ്ഞും വരച്ചും പാടിയും ഒക്കെ നമ്മൾ എത്ര കാലമാണ് ജീവിച്ചിട്ടുള്ളത്. ആ നാട്ടിലാണ് തലയിൽ ഒരു തട്ടം അനുവദിച്ചു തരൂ എന്ന ഒരു കുട്ടിയുടെ കെഞ്ചൽ കേൾക്കാൻ തയ്യാറാകാതെ ആ കുട്ടി തലയിൽ തട്ടമിടാതെ വരുമെങ്കിൽ മാത്രമേ, അങ്ങനെ എഴുതി തരുമെങ്കിൽ മാത്രമേ സ്കൂളിന്റെ പടി കടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഒരു മാനേജ്മെന്റ് വാശി പിടിച്ചതിന്റെ പേരിൽ ആ കുട്ടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത്. നോക്കൂ, ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത്. ഒരു സ്കൂളും സ്വയംഭരണ റിപ്പബ്ലിക് അല്ല. ഒരു സമാന്തര സാമ്രാജ്യമാകാൻ ഒരു സ്കൂളിനെയും അനുവദിക്കരുത്. അങ്ങനെ അനുവദിക്കുകയാണ് എങ്കിൽ ഈ നാട്ടിൽ ഏത് സ്കൂളിനും അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്തും ചെയ്യാമെന്ന നിലയുണ്ടാകും. അത് തടയപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. കുട്ടിയുടെ രക്ഷിതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും തനിക്കൊപ്പം നിന്നു എന്ന് വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. വളരെ ക്ലാരിറ്റിയുള്ള നിലപാടായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടേത്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ ഭരണഘടന അനുശാസിക്കുന്ന, ഉറപ്പ് നൽകുന്ന മതപരമായ സ്വാതന്ത്ര്യം ഒരു സ്കൂളിൽ നിഷേധിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ NOCയുടെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടിക്ക് മതാചരണത്തിന്റെ ഭാഗമായുള്ള ഹിജാബ്, തലയിലെ തട്ടം നിഷേധിക്കുന്നു എന്ന ഘട്ടം വന്നപ്പോ സർക്കാർ ക്രിയാത്മകമായാണ് ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് PTA പ്രസിഡന്റും സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് സർക്കാരിനെ വെല്ലുവിളിക്കുന്നത്? എന്തിന്റെ പേരിലാണ് സർക്കാരിനോട് കൊമ്പ് കോർത്തത്? ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ നടത്തൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ വിചാരിച്ചത് നടത്താൻ ഇത് ഞങ്ങളുടെ മാത്രം സ്വയംഭരണ റിപ്പബ്ലിക് അല്ല എന്ന് നമ്മൾ പൗരന്മാരാണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. നോക്കൂ, എത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് കേരളം ചെന്നു ചേരുന്നത്. ഒരു സർക്കാരിനെ, ജനാധിപത്യ സർക്കാരിനെ ഭരണഘടനാപരമായ നിലപാട് എടുത്തതിന്റെ പേരിൽ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുകയും ആ പെൺകുട്ടിക്ക് സ്കൂളിന്റെ പടി കടന്നു വരണമെങ്കിൽ രേഖാമൂലം എഴുതി തരണം, തലയിൽ തട്ടമിടില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റിനെ കാണുകയാണ്. ആരാണ് ഇവരെ തിരുത്തുക എന്നത് ഒരു പ്രശ്നമുണ്ട്. കോടതിയെ സമീപിക്കാമെന്ന് ആളുകൾ പറയുന്നുണ്ട്. കോടതിയെ സമീപിച്ചിട്ട് എന്താണ് എന്നൊരു പ്രശ്നവും ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ജസ്റ്റിസ് മുഷ്താഖിന്റെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ ഒരു വ്യക്തിയുടെ അവകാശവും ഒരു സ്കൂളിന്റെ അവകാശവും ഒരുമിച്ച് വന്നാൽ വ്യക്തിയുടെ അവകാശത്തെക്കാളേറെ അവിടെ സ്കൂളിന്റെ അവകാശത്തിന് മുൻഗണന നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ വിധിയിലുള്ളത്. ഇതൊക്കെ എന്ത് തരം വിധിയാണ് എന്ന് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ആ തരത്തിലുള്ള വിധിയല്ല ഇനിയും കാത്തിരിക്കുന്നത് എന്ന സംശയവും ആളുകളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. വ്യക്തിപരമായ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന അനുവദിച്ചു നൽകിയതാണ്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു സ്കൂളുമില്ല, ഒരു മാനേജ്മെന്റും ഇല്ല, ഒരു സമൂഹവും ഉണ്ടാവുകയും ചെയ്യരുത്. ആ ഭരണഘടന നടപ്പാക്കാനാണ് ഇവിടെ നിയമമുള്ളത്. അതിനാണ് നീതിന്യായ സംവിധാനങ്ങൾ ഉള്ളത്. പക്ഷേ സാഹചര്യവശാൽ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു വിധി, ഒരു ജുഡീഷ്യൽ വിധി അവർക്ക് അനുകൂലമായി ആ സ്ഥാപനത്തിന് വേണ്ടിയല്ല, മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടിയാണ്. ആ സ്ഥാപനത്തിന് അനുകൂലമായ വിധി തങ്ങൾക്കും ബാധകമാകും എന്ന് ഒരൊറ്റ ധിക്കാരത്തിൽ സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തലയിൽ തട്ടമിടാൻ അനുവാദമില്ലാതെ കേരളത്തിൽ ഒരു സ്കൂളിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി പോകേണ്ടി വരുന്നു എന്നത് മലയാളികളെ മുഴുവൻ ലജ്ജിപ്പിക്കേണ്ട, കേരളത്തെ ആകെയും നാണിപ്പിക്കേണ്ട അവസ്ഥയാണ്. ഇത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ ശക്തമാണ്. നോക്കൂ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എത്രയേറെ മതവിദ്യാർത്ഥികളാണ്, മതം ശീലിക്കുന്ന, മതപരമായ അടയാളങ്ങളുമായി വരുന്ന എത്രയേറെ വിദ്യാർത്ഥികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ? ഒരു കുട്ടിയെ കണ്ട് മറ്റൊരു കുട്ടി ഭയപ്പെടുന്നുണ്ടോ? ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. തലയിൽ തട്ടമിട്ട പെൺകുട്ടികളെ കണ്ട് ഇപ്പുറത്തെ കുരിശ് ധരിച്ചിട്ടുള്ള, ഇപ്പുറത്ത് നെറ്റിയിൽ പൊട്ടുതൊട്ടിട്ടുള്ള ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. കേരളത്തിലെ കുട്ടികളെ അങ്ങനെ വർഗീയവൽക്കരിക്കുകയും അങ്ങനെ ചേരി തിരിച്ച് മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതില്ല. കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു എങ്കിൽ ഈ പറയുന്ന സ്കൂളുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? തലയിൽ തട്ടമിട്ട് വരുന്ന മുസ്ലിം പെൺകുട്ടിയുടെ അടുത്തിരുന്നാണ് നെറ്റിയിൽ
പൊട്ടു ചാർത്തിയിട്ടുള്ള പെൺകുട്ടി പഠിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും ജീവിച്ചു പോവുകയും ചെയ്യുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ കിടന്ന് തിളയ്ക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇവരെയൊന്നും നമ്മൾ മതത്തിന്റെ പ്രതിനിധാനങ്ങളായി കാണേണ്ടതില്ല. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു മത വിശ്വാസം വെച്ച് പുലർത്തിയതിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് കേരളത്തിൽ ഒരു സ്കൂളിന്റെ വാതിൽ ആ പെൺകുട്ടിക്ക് മുമ്പിൽ അടച്ചു കളയുന്നുണ്ട് എങ്കിൽ കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ആ സ്കൂൾ മാനേജ്മെന്റിനെ പോലുള്ള ആളുകൾ ഏത് തരത്തിലുള്ള വിചാരങ്ങളാണ് പങ്കിടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. ആ രക്ഷിതാവിന് ആവശ്യമായ മാനസിക പിന്തുണ നൽകിയിട്ടുണ്ട് ആ നാട്ടിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും ഒക്കെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാരും കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ ക്ലാരിറ്റിയോടുകൂടി വി ശിവൻകുട്ടി അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ വെല്ലുവിളിക്കേണ്ട എന്ന് മാനേജ്മെന്റിന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാനേജ്മെന്റിന് വേണ്ടി സംസാരിക്കേണ്ടത് അഭിഭാഷകയല്ല എന്ന് PTA പ്രസിഡന്റ് അല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഒരു സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വയം റിപ്പബ്ലിക്കാണ്, സ്വയംഭരണ റിപ്പബ്ലിക്കാണ് എന്ന മട്ടിൽ ഇത്തരത്തിൽ പ്രസ്താവനകളും പ്രതികരണങ്ങളുമായി വരുന്ന ആളുകളെ എങ്ങനെയാണ് നിലക്കി നിർത്തേണ്ടത് എന്ന് നമ്മുടെ രാജ്യത്തെ കോടതികൾ തന്നെയും ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നാളെ കോടതികൾക്ക് മുകളിലും ഇവർ തീരുമാനമെടുത്തുകൂടായികയില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നു ചേരുന്നത്. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ആ കുട്ടിയുടെ കാര്യത്തിൽ മധ്യസ്ഥ ശ്രമം നടന്നു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ടത്. ഷിയാസ് എന്ന് പറയുന്ന DCC പ്രസിഡന്റും ഹൈബി ഈഡനും അതാണ് പറഞ്ഞത്. ഇന്നലെ KPCCയുടെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അക്കാര്യം പറയുകയുണ്ടായി. മാന്യമായി പരിഹരിച്ചു പ്രശ്നം എന്നാണ് പറയുന്നത്. എവിടെയാണ് മാന്യമായി പരിഹരിച്ചത്? ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ വാശിക്കൊപ്പം നിന്ന് നിങ്ങൾ തലയിൽ തട്ടമിടാതെ വരികയാണ് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നല്ലത് എന്ന് ആ കുട്ടിയുടെ പിതാവിനെ നിർബന്ധിപ്പിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ച് മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തി ഒരു തീരുമാനം കൈക്കൊള്ളാൻ ആ പിതാവിനെ നിർബന്ധിപ്പിച്ചിട്ട് ഒടുവിൽ വന്ന് പറയുന്നു ഞങ്ങൾ മാന്യമായി രമ്യമായി പരിഹരിച്ചു എന്ന്. ആ കുട്ടിയുടെ മതാവകാശത്തിന് വേണ്ടി അതൊരു ഔദാര്യമായി ചോദിക്കുന്നതല്ല, ഭരണഘടനാദത്തമായ ആ അവകാശത്തിനു വേണ്ടി വാദിക്കേണ്ടിയിരുന്ന ഒരു വിഭാഗം ആളുകളാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ്, അതിന്റെ നേതാക്കളാണ്, അതിന്റെ ജനപ്രതിനിധികളാണ് പോയിട്ട് ഈ പറയുന്ന നാണം കെട്ട തരത്തിലുള്ള രമ്യമെന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന തീർപ്പുണ്ടാക്കി പോന്നിട്ടുള്ളത്. എന്നിട്ട് അത് ആഘോഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പോലും അതൊരു വലിയ കാര്യമായി അവതരിപ്പിക്കുകയാണ്. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് ഞാൻ വൈകാരികമായി പറയുന്ന ഒരു പ്രശ്നമല്ല. കേരളത്തിൽ ഒരു സ്കൂളിലും സ്വന്തം മതവിശ്വാസം സ്വന്തം മതവിശ്വാസം ശരീരത്തിൽ അഥവാ വേഷങ്ങളിൽ കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് മുമ്പിലും ഒരു സ്കൂളിന്റെയും വാതിലടയരുത്. അത് നടത്തുന്നത് ഹൈന്ദവ മാനേജ്മെന്റ് ആയാലും മുസ്ലിം മാനേജ്മെന്റ് ആയാലും ക്രൈസ്തവ മാനേജ്മെന്റ് ആയാലും ഇത് സംഭവിക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതം എത്ര വലുതായിരിക്കും? നമ്മുടെ മതസൗഹൃദം എവിടെ പോയി ചെന്നു ചേരും എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതല്ലേ? ഈ രീതിയിൽ ആ കുട്ടിയുടെ പിതാവിന് മേൽ മാനസികമായ സമ്മർദ്ദം ചെലുത്തി എടുപ്പിച്ച തീരുമാനത്തെയാണ് രമ്യമെന്ന് പറഞ്ഞ് ആഘോഷിച്ചിട്ടുള്ളത്. അതാണ് മാന്യമായ പരിഹാരം എന്ന് പറഞ്ഞ് ആഘോഷിച്ചിട്ടുള്ളത്. ആ കുട്ടിയുടെ പിതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ ആ കുട്ടിയുടെ പിതാവ് വളരെ വേദനയോടുകൂടി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന്. ആ പോസ്റ്റിൽ ഒരു ഭാഗം വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തികച്ചും ന്യായമായി ആവശ്യത്തോട് സ്കൂൾ അധികൃതരിൽ നിന്ന്, അഥവാ ആ കുട്ടിയുടെ ആ പിതാവിന്റെ പോസ്റ്റിന്റെ ആദ്യ ഭാഗം വായിച്ചാൽ കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്റെ മകളുടെ മൗലികാവകാശമായ തലമുറയ്ക്ക് സ്കൂളിൽ പോകാൻ അനുവദിക്കണമെന്ന മകളുടെ ആവശ്യത്തോടെ വളരെ പോസിറ്റീവായാണ് കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണവും അതിന്റെ റിപ്പോർട്ടും മകൾ ഉന്നയിച്ച ആവശ്യം ന്യായമാണെന്നും ഗൗരവമുള്ള വിഷയമാണെന്നും വ്യക്തമാക്കുന്നതുമാണ്. എന്നാൽ തികച്ചും ന്യായമായി ഈ ആവശ്യത്തോട് സ്കൂൾ അധികൃതരിൽ നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ വളരെ വേദനയുണ്ടാക്കുന്നതാണ്. നാട്ടിലെ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായതെന്ന ആക്ഷേപം കുടുംബത്തെ മാനസികമായി തകർത്തു. അഥവാ ഈ കുടുംബം ഈ നിലപാടെടുത്തപ്പോ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധികൃതർ എടുത്ത നിലപാട് അത് നാട്ടിൽ സമാധാനം കെടുത്തുന്ന നിലപാടാണ് എന്നാണ്. അതേക്കുറിച്ചാണ് ആ പിതാവ് പറയുന്നത്. മകൾ ഷാൾ ധരിച്ചു വരുന്നത് മറ്റു കുട്ടികളിൽ ഭയമുണ്ടാക്കുമെന്ന് സമാനമായ വേഷം ധരിച്ച കന്യാസ്ത്രീകളായ അധ്യാപകർ പറഞ്ഞത് മകളെ അങ്ങേയറ്റം തളർത്തി. ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും മകളെയും എന്നെയും കുറ്റക്കാരായി ചിത്രീകരിക്കുകയും ആവശ്യം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ മനോനില തന്നെ തകരാറിലാകുന്ന സ്ഥിതിയിലാണ് ഞങ്ങൾ. ന്യായമായ ആവശ്യമാണെങ്കിലും അതിന്റെ പേരിൽ രാഷ്ട്രീയവും വർഗീയവുമായ മുതലെടുപ്പിന് പലരും ശ്രമിക്കുന്നുവെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്. അതിൽ സ്കൂളിലെ PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വർഗീയമായ ഇടപെടൽ എനിക്കും എന്റെ മകൾക്കും വലിയ മാനസികാഘാതമാണ് ഉണ്ടാക്കിയത്. അതിനാൽ ഈ സ്കൂളിലെ മകളുടെ പഠനം അവസാനിപ്പിക്കുകയാണ്. TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിൽ പഠനം തുടരാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. നോക്കൂ, ആ ജനപ്രതിനിധി ആരാണ് എന്ന് നമുക്കറിയാം. ആ രാഷ്ട്രീയ നേതാക്കൾ ആരാണ് എന്നറിയാം. ആ PTA പ്രസിഡന്റ് ആരാണ് എന്ന് അറിയാം. അദ്ദേഹം NDA എന്ന് പറയുന്ന BJPക്കൊപ്പമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്, ജില്ലാ നേതാവാണ് എന്ന് അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം
ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ടതുണ്ട്. നിങ്ങൾ ഒരു സമൂഹത്തിന്റെ മതപരമായ വിശ്വാസങ്ങൾക്കൊപ്പമാണോ, ഭരണഘടനാപരമായ വിശ്വാസങ്ങൾക്കൊപ്പമാണോ, അതല്ല ഈ പറയുന്ന ഈ കാസ പോലുള്ള സംഘടനകളുടെ തീവ്ര സ്വഭാവം പുലർത്തുന്ന വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘടനകളുടെയും അവർക്ക് കുടപിടിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്ന ആളുകളുടെയും താല്പര്യങ്ങൾക്കൊപ്പമാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ ഭരണഘടനയ്ക്കൊപ്പം നിൽക്കണം. ഈ വിഷയത്തിൽ ഈ പറയുന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഹൈബി ഈഡൻ MP-യും PTA പ്രസിഡന്റും പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഥവാ ഈ വിഷയത്തിൽ അവർ കുറ്റക്കാരാണ്. ആ പെൺകുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭീഷണിപ്പെടുത്തിയതിന്, ആ പെൺകുട്ടിയെയും പിതാവിനെയും സമ്മർദ്ദത്തിലാക്കിയതിന് ഈ പറയുന്ന രണ്ട് നേതാക്കൾക്കും PTA പ്രസിഡന്റിനുമെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. സർക്കാർ അതിന് സന്നദ്ധമാകേണ്ടതാണ്. അവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. ഇത് തനി തോന്നിവാസമാണ്. ആ വാക്ക് പ്രയോഗിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ സാധാരണ അത്തരം വാക്കുകൾ പ്രയോഗിക്കാറില്ല. ഒരു പെൺകുട്ടിയെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി തട്ടം ധരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെയും കുടുംബത്തെയും മാനസിക സമ്മർദ്ദത്തിലാക്കി ഈ നാട്ടിൽ വല്ല കുഴപ്പവും ഉണ്ടായാൽ നിങ്ങളാകും ഉത്തരവാദികളെന്ന് ആ പിതാവിനെ ഭീഷണിപ്പെടുത്തി അയാളെ പ്രയാസപ്പെടുത്തിയിട്ട് നേടിയെടുത്ത പരിഹാരത്തെ രമ്യമായും മാന്യമായും പരിഹരിച്ചു എന്ന് പറഞ്ഞ ആളുകൾ, ഈ പറഞ്ഞ ആളുകളുടെ കാപ്പട്യം കൂടിയാണ്, അവരുടെ കപടമായ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. തീർച്ചയായും അവർക്കെതിരെ നിയമ നടപടിയെ കുറിച്ച് ആ രക്ഷിതാവ് ആലോചിക്കണമെന്നും ആ രക്ഷിതാവിന് ആവശ്യമായ പിന്തുണ നൽകണമെന്ന് അവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ സന്നദ്ധമാകണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യവും കൂടി പറയേണ്ടതുണ്ട്. ആ പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ തരത്തിലല്ല വേഷം ധരിച്ചത്, ഇപ്പോൾ ചട്ടം വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്നൊരു വിശദീകരണം കേൾക്കുന്നുണ്ട്. എനിക്കതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഒരു പെൺകുട്ടി ഇന്നലെ തട്ടം ധരിച്ചില്ല എന്ന് വെക്കാം, ഇന്ന് ധരിക്കണമെന്ന് ആ പെൺകുട്ടിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായി തോന്നിയാൽ ആർക്കാണ് തടസ്സം ഉന്നയിക്കാൻ കഴിയുക? ആരാണ് അതിന് വികാരം നിൽക്കാനുള്ള അവകാശമുള്ളത്? അതെങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത്? അതെങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത്? ഈ കാര്യം ആലോചിക്കേണ്ടതല്ലേ? ഒരാൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു, അയാൾക്ക് ഇന്ന് തോന്നുകയാണ് എനിക്ക് മറ്റൊരു മതവിശ്വാസം സ്വീകരിക്കണമെന്ന്. രാജ്യത്തിന്റെ ഭരണഘടന അതിനെ അനുവദിക്കുന്നുണ്ട്, രാജ്യത്തിന്റെ നിയമം അതിന് അനുവാദം നൽകുന്നുണ്ട്. അയാൾ സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു മതം തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് അതിനുള്ള അർഹതയുണ്ട്, അധികാരമുണ്ട് എന്നാണ് ഇപ്പോഴും ഭരണഘടനയിലുള്ളത്. അതാണ് രാജ്യത്ത് നിയമം എന്ന് പറയുന്നത്. ഒരാൾക്ക് സ്വന്തം മതത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിൽ ഒരു സുപ്രഭാതത്തിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ട് എങ്കിൽ സ്വന്തം മതവിശ്വാസത്തിന്റെ ഭാഗമായി തലയിൽ ഒരു തട്ടമിടുന്നത് ഇന്നലെ ഇട്ടിട്ടില്ല എന്നത് ന്യായമാവുകയും ഇന്ന് ഇടുന്നതിനെ അപരാധമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ എന്തു തരം രാഷ്ട്രീയമാണ്? ഇവരൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ ഏത് നാട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഈ പ്രശ്നം മതസംഘടനകൾ ഇടപെട്ടില്ലേ എന്നൊക്കെ ചില ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഇതൊരു ക്രൈസ്തവ മുസ്ലിം തർക്കമല്ല. അങ്ങനെ ആയി മാറണമെന്നത് ഈ നാട്ടിലെ സംഘികളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മതസംഘടനകൾ അതിനു മുമ്പിൽ പോയി സമരം നടത്തുകയല്ല പരിഹാരം. ആ പിതാവിന് പിന്തുണ കൊടുക്കുകയാണ്. ആ പിതാവ് നിയമ നടപടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സഹായങ്ങൾ നൽകിയാണ്, സഹകരണം ഉറപ്പാക്കിയാണ്. ആ പിതാവിനും കുട്ടിക്കും മാനസികമായി ധൈര്യം പകരുകയാണ് ഈ വിഷയത്തിൽ മതസംഘടനകൾക്ക് ചെയ്യാനുള്ളത്. അവരത് ചെയ്തിട്ടുണ്ട്. സർക്കാർ മുഖേന അവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു മുസ്ലിം ക്രൈസ്തവ തർക്കമാക്കി മാറ്റാനുള്ള ചിലരുടെ ഹിഡൻ അജണ്ടയ്ക്ക് മതസംഘടനകൾ തലവെച്ച് കൊടുത്തിട്ടില്ല എന്നതിന്റെ പേരിൽ സമുദായ സംഘടനകളെയും മതസംഘടനകളെയും ഒക്കെ വിചാരണ ചെയ്യാൻ സാമൂഹിക മാധ്യമങ്ങൾ ഒരുമ്പെട്ടിറങ്ങിയവരുടെ താല്പര്യം വേറെയാണ്. നിങ്ങളാണ് ഇപ്പോൾ തലവെച്ച് കൊടുക്കുന്നത്. നിങ്ങളാണ് സംഘികളുടെയും കൃസംഘികളുടെയും കെടിയിലേക്ക് തലയും കൈയും നീട്ടിക്കൊടുക്കുന്നത് എന്ന് മാത്രം അക്കൂട്ടർ ഓർമ്മപ്പെടുത്തുകയാണ്. മതസംഘടനകൾ വിവേകപൂർണമായ നിലപാടാണ് പള്ളുരുത്തിയിലെ സ്കൂളിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തുടരുകയും ചെയ്യട്ടെ. പക്ഷേ കേരളം ഇത് അനുവദിച്ചു കൊടുക്കാത്തതാണ്. കേരളത്തിന്റെ ജനാധിപത്യ സമൂഹവും പൗരസമൂഹവും ഭരണകൂടവും ഒരുമിച്ച് നിന്ന് ഈ അനീതിക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്, പോരാടേണ്ടതുണ്ട്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു മാനേജ്മെന്റിന്റെയും സ്വയംഭരണ റിപ്പബ്ലിക്കായി മാറിക്കൂടാ. അവർക്ക് അധികാരങ്ങളുണ്ട്, അവരായിരിക്കാം ശമ്പളം കൊടുക്കുന്നത്, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഒരു സർക്കാരിന്റെ NOC പ്രകാരം, ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ NOC പ്രകാരം സ്ഥാപിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഭരണഘടനയ്ക്ക് മുകളിൽ കയറി നിന്ന് നൃത്തമാടാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അവസരം നൽകരുത് എന്ന് തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഉറക്കെ പറയേണ്ടത്.